ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്. ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയുടെ ലാൻഡ്മാർക്കായ ബ്ലാഗായി. ഈ ഗ്രാമവും അതിനുള്ളിലെ 5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള സൂഫി മഠങ്ങളും അടങ്ങിയ ഈ കൊച്ചി യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയുടെ സരൈവോയിൽ നിന്നും 137 കിലോമീറ്ററാണ് ബ്ലാഗായിലേക്കുള്ള ദൂരം വരുന്നത്. എന്നാൽ 13 കിലോമീറ്റർ മാത്രമേ മോസ്റ്റാർ പട്ടണത്തിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നുള്ളൂ. ഇതൊരു പക്ക ഗ്രാമപ്രദേശമാണ്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. 3 km കൊടുത്ത വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് നടക്കാം. ആ കാണുന്ന ഉരുക്കുപാലത്തിലൂടെ കടന്നു വേണം മുന്നോട്ട് പോവാൻ. പാലത്തിനടിയിലൂടെ ഒഴുകുന്നതാണ് ബ്യൂണ നദി. ഈ നദിയുടെ ഉറവിടം എവിടെയാണെന്ന് മനസ്സിലായോ? ഈ കാണുന്ന ഭീമൻ പർവ്വതത്തിനുള്ളിൽ കാണുന്ന ഗുഹയിടുക്കിൽ നിന്നാണ്. ഈ കാണുന്ന മരതക പച്ച കളറിലുള്ള പുഴയായി ഒഴുകി എത്തുന്നത് ഒരൊറ്റ ഉറവിടത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ? ഒരു നമ്പർ 1 ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നിരവധി സുവനിയർ ഷോപ്പുകളും കല്ല് പതിപ്പിച്ച നിരപ്പാതയും ഒക്കെയായി വിസിറ്റേഴ്സിന് അട്രാക്റ്റ് ആകുന്ന രീതിയിൽ ഏരിയ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഡെർവിഷ് ഹൗസിലേക്ക് കയറി നോക്കാം. ഈ കാണുന്നതാണ് 1520 സൂഫികൾക്കായി ഒട്ടോമൻ നിർമ്മിതമായ ഗോഡ് ഹൗസ് എന്ന് വിളിക്കുന്ന ഡെർവിഷ് ഹൗസ് അഥവാ ടെക്കിയ ബ്ലഗായി. നിസ്കരിക്കാനും മറ്റുമായുള്ള ബോസ്നിയൻ ഇസ്ലാമിക ജീവിതത്തെ വിവരിക്കുന്ന തരത്തിലുള്ള തടി കൊണ്ട് മാത്രമായി ഉണ്ടാക്കിയ ഒരു കെട്ടിടം, അതാണ് ഈ ഡെർവിഷ് ഹൗസ്. ആഴ്ചയിൽ 3 ദിവസം മാത്രമായിരുന്നത്രേ ഡെർവിഷുകാർ ഇവിടെ പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ മറ്റു ദിവസങ്ങളിൽ ക്രിസ്ത്യൻസ് ഉൾപ്പെടെ മറ്റു മതസമൂഹങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഇവിടം തിരഞ്ഞെടുത്തിരുന്നു അത്രേ. 3 നിലയിലായിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ കിളിവാതിലിൽ കൂടി ബ്യൂണ നദിയെ കാണുന്ന ഒരു വ്യൂ നോക്കൂ. അത് പറയേണ്ടതില്ലല്ലോ. ഒരുപാട് മുറികളും സൗകര്യങ്ങളുമുള്ള ഈ കെട്ടിടം സ്ഥിരമായി സൂഫി സന്യാസികൾ താമസിക്കുകയും നാനാദേശത്തു നിന്ന് സൂഫികൾ സന്ദർശനം നടത്തി വരികയും ചെയ്തിരുന്ന ഒരിടമായിരുന്നു ഈ ഡെർവിഷ് ഹൗസ്. കൂടാതെ ഇതിനുള്ളിൽ തന്നെ പ്രധാനികളായ 2 സൂഫി സന്യാസികളുടെ കബറിടവും ഇതിനുള്ളിൽ തന്നെ കാണാം. ചെരിഞ്ഞു നിൽക്കുന്ന ലൈംസ്റ്റോൺ പർവ്വതത്തിനോട് ചേർന്ന് സുരക്ഷിതമായി കെട്ടിപ്പൊക്കിയ ഈ കെട്ടിടം ബോസ്നിയ യുദ്ധകാലത്ത് ഈ ബോസ്നിയ ഹെർസിഗോവിനയിലെ എല്ലാ ചരിത്ര കെട്ടിടങ്ങൾക്കും നാശം സംഭവിച്ചപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ഡെർവിഷ് ഹൗസ് മാത്രം ഇന്നും തലയുയർത്തി നിൽക്കുകയാണ്. പർവ്വതത്തിനുള്ളിലെ നദി ഒഴുകി വരുന്നിടത്തേക്ക് പ്രത്യേക ബോട്ടിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ബാൽക്കണിയിൽ നിന്നുമാണ് മിനാരുകൾ ഇല്ലാതിരുന്ന കാലത്ത് നിസ്കാര സമയത്ത് ബാങ്ക് കൊടുത്തിരുന്നത്. അങ്ങനെ നമ്മൾ ബ്ലഗായി തെക്ക എന്ന ഈ സൂഫി മഠം കണ്ടിറങ്ങി. ഇനി നമ്മൾ പുഴയുടെ അക്കരെയുള്ള വ്യൂ കാണാനായി പോകാം. അതിനായി ഈ പൂപ്പാലത്തിലൂടെ കടന്നു വേണം പോകാൻ. ബ്യൂണ നദിയുടെ തീരത്തും കുറുകയും ഒക്കെയായി ടൂറിസത്തെ ആകർഷിക്കും വിധം റെസ്റ്റോറന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. കൊതിയൂറും ബോസ്നിയൻ വിഭവങ്ങളായ ചെവാപ്പി, ബ്യൂറക്, ഗ്രിൽഡ് മീറ്റ് എന്നിവയൊക്കെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കഴിക്കാനാവുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ. 200 മീറ്റർ ഉയരമുള്ള പാറമലയും അടിവാരത്തുള്ള ഗുഹയിൽ നിന്ന് ഒഴുകുന്ന നദിയും നമ്മളിപ്പോൾ കണ്ടിറങ്ങിയ സൂഫി മഠവും എല്ലാം ഒറ്റ ഫ്രെയിമിൽ അങ്ങനെ കാണാം. പ്രകൃതിയോടെ ഇഴുകിച്ചേർന്നിരിക്കുന്ന ഈ ഇടമല്ലാതെ വേറെ എവിടെയാണ് ഭൂമിയിലെ സ്വർഗം? യൂറോപ്പിലെ ഏറ്റവും ആഴമുള്ള കാർസ്റ്റ് ഉറവുകളിൽ ഒന്നാണ് ബ്യൂണ നദിയുടെ ഈ ഉറവിടം. 130 മീറ്റർ ആഴമാണ് ഇതിനുള്ളത്. 9 കിലോമീറ്ററോളം ഒഴുകി നെരത്തോ നദിയിലെത്തുകയാണ് ബ്യൂണ നദി. ഇക്കരയിൽ നിന്ന് കാണുമ്പോഴല്ലേ പാറയിടുക്കിലേക്ക് കയറ്റിപ്പണിത സൂഫി മഠത്തിന്റെ ഭംഗി കൃത്യമായി കാണാൻ പറ്റുന്നത്. കൂടാതെ പാറയിടുക്കിലേക്കും ഉറവ കാണാനുമൊക്കെയായി പ്രത്യേക ബോട്ടിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്ലാഗായിലെ കാഴ്ചകളും ഡെർവിഷ് ഹൗസുകളുടെ കൗതുകങ്ങളും അടങ്ങിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സൈനിങ് ഓഫ്.